ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കപ്പൽ യാത്ര നടത്തണം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇതേ മയോക്കയിൽ നിന്ന് ഒരാഴ്ചത്തെ ഒരു കപ്പൽ യാത്രയ്ക്ക് പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് പല രാജ്യങ്ങളുടെ ഈ ഒരു കപ്പൽ യാത്ര നടത്തുന്നുണ്ട്. അതായത് കപ്പൽ ഓരോ ദിവസം ഓരോ രാജ്യത്തായിരിക്കും ഉണ്ടായിരിക്കുക. തിരിച്ച് ലാസ്റ്റ് ഈ ഒരു മയോക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പൊ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ കപ്പൽ ഐഡ കോസ്മ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കപ്പൽ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പൊ എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഒരു യൂറോപ്പ് യാത്ര, ഒരു ക്രൂയിസ് യാത്രയിലേക്ക് സ്വാഗതം. ഇതുപോലൊരു കാർഡ് എല്ലാവർക്കും കപ്പലിൽ കയറുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഇത് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ റൂം ഓപ്പൺ ചെയ്യാനായിട്ട്. കപ്പലിൽ നിന്ന് എപ്പോഴൊക്കെ പുറത്ത് ഇറങ്ങുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കാർഡ് മസ്റ്റായിട്ടും കീപ്പ് ചെയ്യണം. കാരണം ഓരോ തവണ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാർഡ് ആവശ്യമാണ്. താഴെ കണ്ട തിരക്ക് എല്ലാവരും എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് അവരവരുടെ ഫ്ലോറിലേക്കും റൂമിലേക്കൊക്കെ പോകാനുള്ള ഒരു തിരക്കായിരുന്നു അവിടെ. ഞങ്ങളുടെ റൂം വരുന്നത് 9th ഫ്ലോറിലാണ്. ഞങ്ങളും അപ്പോൾ ലിഫ്റ്റിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ലിഫ്റ്റിലെല്ലാം കയറി 9th ഫ്ലോറിലെത്തി ഈ ഒരു കാർഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കപ്പലിലെ റൂം. കപ്പലിൽ പല റേറ്റിലുള്ള റൂംസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോ ബേസിക് ആയിട്ട് അഫോർഡബിൾ റേറ്റിലുള്ള റൂമാണ്. നമുക്ക് സൈഡ് സീയിങ്ങോ ബാൽക്കണി ഒന്നും ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള റൂമാണ്. ചെറിയ റൂമാണെന്നുണ്ടെങ്കിലും ബെഡിന്റെ രണ്ട് സൈഡിലായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാമ്പും 2 ചെറിയ ഷെൽഫും ഉണ്ട്. പിന്നെ അതുകൂടാതെ വലിയൊരു ഷെൽഫും ഒരു വലിയ മിറർ ഉണ്ട് റൂമില്. പിന്നെ TV ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ സുന്ദരിയായ കപ്പൽ ഐഡ കോസ്മ. ഐഡയുടെ തന്നെ പല കപ്പലുകളുണ്ട്, ഐഡ നോവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഐഡയുടെ തന്നെ ഏറ്റവും പുതിയ കപ്പലായിട്ടുള്ള ഐഡ കോസ്മയിലാണ്. 20 നിലകളുള്ള മനോഹരമായ ഒരു കപ്പലാണിത്. ഈ ഒരു കപ്പൽ ഉണ്ടാക്കുന്നത് ജർമ്മനിയിലെ പാപ്പൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഏകദേശം ഒരു 6 മാസം സമയമൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു കപ്പൽ നിർമ്മിക്കുന്നത്. ഇവിടെ ബാൽക്കണി ഉള്ള റൂംസും അല്ലാത്ത റൂംസും ഒക്കെ അവൈലബിൾ ആണ്. ഏകദേശം 800-ലധികം റൂംസ് ഈ ഒരു ഷിപ്പിനകത്തുണ്ട്. റൂമിലെത്തി ടിവിയിൽ പ്രോഗ്രാം സ്കെഡ്യൂൾ ഒക്കെ നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു അനൗൺസ്മെന്റ് ആണ് കേട്ടത്. Attention and enjoy your holidays on board Aida Cosma. Teilnehmen. Sie dann mit Ihrem Smartphone und Tablet im MyAida Bordportal. Klicken Sie. കപ്പലിൽ കയറുമ്പോൾ ഉള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് സേഫ്റ്റി ജാക്കറ്റ് ഇടുന്നത് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഫ്ലോറിലുള്ളവരും ഓരോ സ്ഥലത്ത് പോയിട്ട് ഈ ഒരു ജാക്കറ്റ് ഇടണം എന്നുള്ളതാണ് അനൗൺസ്മെന്റിൽ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അതിനായിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കുമായിരുന്നു. ശരിക്കും വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ ഉണ്ട് കപ്പലിന്റെ ഉള്ളിൽ കയറിയപ്പോ. നമ്മള് ടൈറ്റാനിക്കിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇത്രയും ആഡംബരമായിട്ടുള്ള ഒരു കപ്പൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പലിൽ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു കപ്പലിലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒന്ന് കാണാനായിട്ട്. അങ്ങനെ കപ്പലിലെ ആദ്യത്തെ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ കപ്പലൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് കരുതി. അങ്ങനെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഐഡ കോസ്മ ക്രൂസിന് മൊത്തത്തിൽ 20 നിലകളാണ് ഉള്ളത്. ഇതിൽ ഓരോ നിലയിലാണെന്നുണ്ടെങ്കിലും പല ടൈപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പൊ ഞാൻ ഉള്ളത് ഏറ്റവും ഇതിന്റെ ടോപ്പില് 20ാമത്തെ നിലയിലാണ് ഇപ്പൊ ഉള്ളത്. 4 മുതൽ 17ാമത്തെ നില വരെയാണ് ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ബാക്കി വേറെ ഓരോ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇനി ഓരോ നിലകളിൽ എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ കാണാം. ഇനി ഇവിടെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന പോലെ നമ്മൾ ഈ വീഗാലാൻഡിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇല്ലേ, അതേപോലെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതൊക്കെ ഇതിനകത്തുള്ള ഓരോ ആക്ടിവിറ്റീസ് ആണ്. കപ്പലിന്റെ അകത്ത് തന്നെ സ്പോർട്സ് എല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഫിറ്റ്നസ് റൂംസ് ഒക്കെ ഉണ്ട്. എല്ലാ ടൈപ്പ് ആക്ടിവിറ്റീസും നമുക്ക് അവിടെ ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. പക്ഷെ ഇനി റൂമിനകത്ത് ചെയ്യേണ്ട നമുക്ക് ഇതുപോലെ പുറമേ ഇരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട്.
ഇരുട്ടാവുന്ന സമയത്ത് കപ്പലിലെ കാഴ്ചകളൊക്കെ മറ്റൊരു ബ്യൂട്ടിയാണ്. നമ്മൾ ഉച്ചയ്ക്ക് കപ്പലിൽ കയറിയെങ്കിലും കപ്പൽ ഇതുവരെ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല, രാത്രിയാണ് പുറപ്പെടുന്നത്. അപ്പൊ അത് കാണാനായിട്ട്, കപ്പലിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളത് കാണാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങി എല്ലാവരും ഇതുപോലെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്, ജ്യൂസും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് എല്ലാവരും ഇത് കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കപ്പലിന്റെ നൈറ്റ് വ്യൂ ആണ്. രാവിലെ പോലെ തന്നെ രാത്രിയുള്ള വ്യൂവും ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫാണ് ഈ കപ്പലിലുള്ള രാത്രിയത്തെ ലൈഫ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രോഗ്രാംസും ഇവൻസും മ്യൂസിക്കും പാട്ടും ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. അങ്ങനെ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഒരുപാട് ലൈറ്റും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. Wieder schön sonnig und warm. Die Höchstwerte hier in La Spezia werden heute so um die 28 Grad liegen. Es verspricht also wieder einmal ein. നമ്മളപ്പോൾ കപ്പലിൽ ഒരു രാത്രി മുഴുവൻ പിന്നീട് ഇപ്പോൾ ഒരു നടുകടലിൽ എത്തിയേക്കാണ്. ഇനി നമുക്കിവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഈ ഒരു കപ്പലിനകത്ത് തന്നെ. 17 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. അതിനകത്ത് നമുക്ക് 5 റെസ്റ്റോറൻറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ഫുഡും അതേപോലെ തന്നെ ഡ്രിങ്ക്സും എല്ലാം ഫ്രീ ആണ്. അത് നമുക്ക് രാവിലെ ഉച്ചയ്ക്കും അതുപോലെ വൈകിട്ടും ഫ്രീ ആണ്. പിന്നെ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിൽ ഫുഡ് ഫ്രീ ആയിരിക്കും, ഡ്രിങ്ക്സ് നമ്മൾ പേ ചെയ്യണം. പിന്നെ ചിലതിലാണെന്നുണ്ടെങ്കിൽ രണ്ടും പേ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളൊക്കെ കാണാം. ഇനി റെസ്റ്റോറൻറ്റ് അല്ലാതെ ഇവിടെ ബാറുകളുണ്ട്, അങ്ങനെ ഒത്തിരി കാഴ്ചകൾ ഇതിനകത്ത് കാണാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവാം. ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ ടൈപ്പ് ഫുഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കപ്പലിൽ വന്നു കഴിഞ്ഞാൽ പല കൺട്രീസിലത്തെയും പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ കണ്ടൊരു പ്രത്യേകത, ഒരുപാട് ഇന്ത്യക്കാരുണ്ടായിരുന്നു. അപ്പം മലയാളീസ് വരെ ഉണ്ടായിരുന്നു, ഷെഫായിട്ടും അതുപോലെ വേറെ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ കണ്ടപ്പോൾ അതും വലിയൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് മലയാളികളെ കണ്ടപ്പോൾ അതും അതിലേറെ സന്തോഷമാണ്. അപ്പോൾ അവർ അവരുടെ ജോബ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് സ്ഥലത്ത് വന്നാലും ഇതുപോലെ മലയാളീസിനെ കാണുമ്പോൾ അത് നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇവർ നമ്മളോട് ഇന്ന ദിവസം വന്നാൽ ബിരിയാണി കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു. ഇന്ത്യക്കാരും മലയാളീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലേവേഴ്സും പല ഡിഷസിലും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വേറെ വെറൈറ്റി ഉള്ള ഡിഷസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നമുക്ക് ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറൻറ്റിൽ വേണമെങ്കിൽ പോയി കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ ഫ്രീ ആയിട്ടുള്ളത്. അപ്പോൾ 5 റെസ്റ്റോറൻറ്റിൽ തന്നെ നമുക്ക് പോയി കഴിക്കാൻ, എല്ലായിടത്തൊന്നും പോയി കഴിക്കാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ നമുക്ക് പോയി കഴിക്കാനും പറ്റും. പിന്നെ ചില റെസ്റ്റോറൻറ്റിലാണെങ്കിൽ നമുക്ക് ഫുഡ് പൈസ കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ ചില റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ഫുഡ് ഫ്രീ ആണ്, ഡ്രിങ്ക്സിന് മാത്രം പൈസ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ ഫ്ലോറിലെയും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് കഴിക്കാം. ഇവിടെയൊക്കെ ഫുഡ് പോലെ അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രിങ്ക്സിന്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സിലെ ബിയർ, വൈൻ, ജ്യൂസ് ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ എക്സ്ട്രാ പാക്കറ്റ് നമ്മൾ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോക്ടെയിൽസ് ഒക്കെ ഇഷ്ടം പോലെ ട്രൈ ചെയ്യാം. അടുത്തതായിട്ട് ഞാനീ വന്നിരുന്ന പ്രോഗ്രാമൊക്കെ കാണുന്ന സ്ഥലം ഏതാന്ന് പറയാം. കപ്പലിലുള്ള ആൾക്കാരൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ വന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതാണ് നമ്മുടെ കപ്പലിലെ തിയേറ്റർ. ഇവിടെ രാവിലെയും അതുപോലെ വൈകിട്ടൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നടക്കും. കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, കോമഡി പ്രോഗ്രാംസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, മാജിക് ഷോ ഉണ്ട്, അതുപോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ബിങ്കോ, കോടീശ്വരൻ, അങ്ങനെയൊക്കെ കളിക്കുന്ന ഒരുപാട് ഗെയിംസ് ഈ ഒരു ഫ്ലോറിൽ നടക്കുന്നുണ്ട്. കപ്പലിലെ 3 നിലകളിലായിട്ടാണ് ഈ ഒരു വലിയ തിയേറ്റർ ഉള്ളത്. ഒരുപാട് ആളുകൾക്ക് ഒരു സമയം തന്നെ ഇരുന്ന് പ്രോഗ്രാം ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോ ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് നമുക്ക് അതൊക്കെ എൻജോയ്മെന്റ് ആക്ടിവിറ്റീസ് മാത്രമല്ല, നമ്മൾ പിറ്റേ ദിവസം വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഇവർ പറഞ്ഞു തരും. ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്യണം, അതിൻ്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു തിയേറ്റർ. ഇത് കപ്പലിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ടാണ് വരുന്നത്. Was sehenswert ist. Und insofern werden Sie an dem Abend wahrscheinlich, wenn Sie in Rom waren, die Stadt verlassen.
ഇനി ഇതപ്പോ ഈ പുറകിൽ കാണുന്നതാണ് ഐഡ കോസ്മ ബാർ. ഇത് ഈ കപ്പലിൽ ഉള്ള ഒരു ബാർ മാത്രമാണ്. ഇതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് റെസ്റ്റോറന്റുകളും ബാറുകളും ഒക്കെ ഉണ്ട്. നമുക്ക് ടീമൊക്കെ ആയിട്ട് വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കാം. ഒരുപാട് ഇപ്പൊ നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ വന്ന് ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരുപാട് സമയമൊക്കെ എടുത്ത് അവര് ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ, ജ്യൂസ്, അങ്ങനെയുള്ള പല ഗെറ്റ് ഡ്രിങ്കുകൾ അല്ലെങ്കിൽ പല ഡ്രിങ്ക്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഒത്തിരി ബാറുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വന്നിരുന്ന് നമുക്ക് ഇതേപോലെ ഇവിടെ ഇരുന്ന് കഴിക്കാം. പ്രോഗ്രാംസ് നടക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പലിൽ പോകുമ്പോൾ ഈ ഒരു ബീച്ചിന്റെ സൈഡിൽ ഇരുന്നിട്ട്, ഈ ഒരു വിൻഡോയുടെ സൈഡിൽ ഇരുന്നിട്ട് ഇതേപോലെ ഇരുന്ന് അങ്ങനെയും ഡ്രിങ്ക്സ് ഒക്കെ ഇരുന്ന് നമുക്കിങ്ങനെ കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് കുടിക്കാൻ പറ്റും. സെന്റർ ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ക്രൂയിസ് ടീം ഉണ്ട്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവരോട് ചോദിക്കാം. പാസ്പോർട്ട് വാങ്ങുന്നതും തിരിച്ചു തരുന്നതൊക്കെ ഇവർ തന്നെയാണ്. പിന്നെ ഈ ക്രൂയിസ് ഷിപ്പിനകത്ത് തന്നെ നമുക്ക് നെയിൽ സ്പാ, ബോഡി സ്പാ ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് നമുക്കൊരു വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാം. ഇതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു തരും ഇവിടെ, അതിനും നമ്മൾ പൈസ കൊടുക്കണം. ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസും ഉണ്ട്. ഇനി നിങ്ങൾക്ക് കപ്പലിൽ വന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഐഡ കോസ്മ ഷോപ്പിംഗ് വെൽറ്റ്, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജുവലറി, ആക്സസറീസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. വാ. ഇനി കപ്പലിന്റെ ഉള്ളിൽ ഇരുന്ന് നമുക്ക് സിനിമ കാണാന്നുണ്ടെങ്കിൽ ഒരു തിയേറ്ററും ഉണ്ട്. അതാണ് നമ്മുടെ കപ്പലിന്റെ ഉള്ളിലുള്ള തിയേറ്റർ. ഇത്രയും ആൾക്കാർക്ക് ഇരുന്നവിടെ നമുക്ക് ദിവസത്തിലെ ഫിലിമും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വന്നിരുന്ന് ഇവിടെ തിയേറ്ററിൽ ഇരുന്ന് സിനിമയും കാണാൻ പറ്റും. ഇനി കപ്പലിൽ പോകുമ്പോൾ റൂമിൽ തന്നെ ഇരുന്ന് ബോറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കപ്പലിൽ ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന കാസിനോ. അപ്പൊ ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇത് കപ്പലിന്റെ ഉള്ളിലാണെന്നുള്ള കാര്യം നമ്മൾ ചിലപ്പോഴും മറന്നു പോകുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള അറേഞ്ച്മെന്റ്സും പിന്നെ ഇതിനകത്ത് കൂടെ നടക്കുന്ന സമയത്ത് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് ടൈറ്റാനിക് ഫിലിം. അത് എൻ്റെ കാര്യം മാത്രമായിരിക്കാം ചിലപ്പോൾ, പക്ഷെ എനിക്ക് ഇതിനകത്ത് കൂടെ പോകുമ്പോൾ പലതും ആ ടൈറ്റാനിക് ഫിലിമിലത്തെ ഒരു റെഫറൻസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പല ആഡംബരമായിട്ടുള്ള പല ഏരിയയിൽ വരുമ്പോഴൊക്കെ എനിക്ക് ആ ഫിലിമാണ് ഓർമ്മ വരുന്നത്. അതോടൊപ്പം മഞ്ഞുമലയെ തട്ടിയ കാര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഈ കപ്പലിന്റെ ഉള്ളിനകത്ത് ഈ ജനലിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോഴൊക്കെയാണ് നമുക്ക് ഇത് കപ്പലിനകത്താണല്ലോ ഇന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. അല്ലാത്ത സമയത്തെല്ലാം ഇതിനകത്തുള്ള കാഴ്ചകളെല്ലാം കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സ്ക്രീനിൽ എന്താ നോക്കുന്നതെന്ന് പറയാം. എത്ര ദിവസം ഇവിടെ നിന്നാലും ഏത് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്, ഏത് ഫ്ലോറിലാണ് ആക്ടിവിറ്റി എന്നൊക്കെയുള്ള ഡൗട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം ഇത്രയും വലിയ കപ്പലാണല്ലോ, ഒരുപാട് ഫ്ലോറുകളുണ്ട്. ഇങ്ങനെ ഒരു സ്ക്രീൻ അപ്പം മിക്കവാറും എല്ലാ ഫ്ലോറിലും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്, എവിടേക്കാണ് റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കാണാം. അതുപോലെ തന്നെ ആ ഒരു ദിവസം നടക്കുന്ന പ്രോഗ്രാം സ്കെഡ്യൂൾ എല്ലാം ഇതിനകത്ത് നോക്കിയാൽ കാണാം. ഇന്നത്തെ പരിപാടികളാണ്. നെക്സ്റ്റ് കപ്പലിലെ DJ പരിപാടിയൊക്കെയുള്ള ഒരു ലോഞ്ച്, ബാർ, ക്ലബ്, അങ്ങനത്തെ ഒരു ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടേക്കാണ് പോകുന്നത്. ഇത് ഇവിടുത്തെ സൈലന്റ് DJ ആണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈലന്റ് DJയിൽ പങ്കെടുക്കാം. ഹെഡ്സെറ്റ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെന്താ സംഭവം എന്ന് പറയാം. ഈ ചെവിയിൽ വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതിന്റെ കളർ അനുസരിച്ച് ഓരോരുത്തർക്കും കേൾക്കുന്ന മ്യൂസിക് വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോരുത്തരും അവർക്ക് കേൾക്കുന്ന പാട്ടിനനുസരിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അറിയാം അവർ കേൾക്കുന്ന പാട്ട് ഏതാന്നുള്ളത്. ഇതൊക്കെ ഇവരുടെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്. പിന്നെ ഈ ആക്ടിവിറ്റീസിലൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലത്തെ ഗെയിം സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ കപ്പലിൽ. ഇതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുമെങ്കിലും ഇതിനകത്തുള്ള ഡിവൈസുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കപ്പലിൽ ഏറ്റവും കൂൾ ആയിട്ടുള്ള
ഐസ്ക്രീം കഴിക്കാനുള്ള ഐസ് ബാറുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള, അതായത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ് വരെയുണ്ട്. അപ്പൊ ഇതിനകത്ത് കണ്ട് ഒരു ജയിൽ പോലെ കിടക്കുന്ന ഇതൊരു ടൈം മെഷീൻ ഗെയിം ആണ്. ഇതും ഒരുപാട് പേര് ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ സ്റ്റേജിൽ ഡാൻസ്, കോമഡി പരിപാടികൾ മാത്രമല്ല പല ടൈപ്പുള്ള ഷോകളും നടക്കുന്ന ഒന്നാണ്. അതിലൊന്നായിരുന്നു ബിങ്കോ എന്ന് പറഞ്ഞൊരു ദിവസത്തെ ഗെയിം. ഇത് ലാസ്റ്റ് പൈസയൊക്കെ കിട്ടുന്ന ഗെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ സുന്ദരിയായ കപ്പലിനെ കാണാൻ പറ്റുന്നത് കപ്പലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ്. അപ്പോഴാണ് അതിന്റെ ആ ഭംഗിയും വലുപ്പമൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്തല്ല നമ്മൾ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് ബിസിയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ റൈസ് ബ്യൂറോയിലൊക്കെ ഐഡിയയുടെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഇതിലൊരു യാത്ര ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാധിച്ചിട്ടുള്ളത്. ഇനി ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു ഏരിയയാണ് ഐഡ ഫൺ പാർക്ക്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി നെക്സ്റ്റ് ഒരു ഐഡ ഫാൻ ഷോപ്പ് ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഒരു കപ്പൽ യാത്രയൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും സോവനീസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പൽ കാഴ്ചകൾ ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരിക്കലും കപ്പൽ കാഴ്ചകൾ തീരുന്നില്ല. കാരണം ഈ കാഴ്ചകൾ ഇങ്ങനെ ഓരോ ദിവസവും എക്സൈറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം എപ്പോഴും പുതിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരിക്കലും ബോറടിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഓരോ ആക്ടിവിറ്റീസും ഒക്കെ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം ഉണ്ടാവുക. ഇത് ഇവിടുത്തെ മറ്റ് ചില റെസ്റ്റോറൻറ്റുകളും ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ്. നമ്മൾ 5 റെസ്റ്റോറൻറ്റിൽ മാത്രമാണ് ഇത്രയും 5 ദിവസത്തെ യാത്രയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിലൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോകേണ്ടി വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ റെസ്റ്റോറൻറ്റ്സിൽ വലിയ ബിയർ ബ്രൂവറീസ് ഒക്കെ കാണാം. ഗെയിം സെന്ററിന് അടുത്തായിട്ട് തന്നെ ഐഡയുടെ വേവ് ക്ലബ് ഉണ്ട്. ഇവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിക്കാൻ പോവാണ്. ഫൈനലായിട്ട് ഞാനൊരു വീഡിയോ കൂടെ കാണിക്കാം. ഈ സ്റ്റേജിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കൂടെ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഒരാഴ്ചത്തെ കപ്പൽ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മൊത്തം 8 രാത്രികളാണ് ഞങ്ങൾ ഈ ഒരു കപ്പലിലുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഒരു ദിവസം പോലും ഇവിടെ ഒരു ബോറടിക്കില്ല. കാരണം ഫുൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ആണ് ഇവിടെ. ഒരാഴ്ചത്തെ ഈ ഒരു കപ്പൽ യാത്രയിൽ നമ്മൾ 2 ദിവസം സീട്ടാകായിരിക്കും. അതായത് 2 ദിവസം മൊത്തം ഞങ്ങൾ കടലിൽ തന്നെയായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ ഇതുപോലെ ഫ്രാൻസും ഇറ്റലിയും പിന്നെ ബാഴ്സലോണ, സ്പെയിനിൽ ഒക്കെ നമ്മൾ ഇതുപോലെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.